ഹലോ നമസ്കാരം. പൊന്നാക്കാരം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയല്ല, അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് മാത്രം. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ അതിൽ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട്, അല്ലെ എത്രത്തോളം സത്യമുണ്ട് അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സംസാരിച്ച് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. വലിയ ബഹുലമായ വീഡിയോകളൊന്നുമില്ല, അങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്കത് നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ വലിയ വിവാദങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുള്ളതാണ്. നമ്മൾ ഈ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വന്നു, ഇപ്പോൾ വടകരയിൽ മത്സരിക്കാൻ പോവുകയാണ്. വടകരയിലെ സ്ഥാനാർത്ഥിയാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു വന്നതെന്നുള്ളൂ. അദ്ദേഹം വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ എൻട്രി തന്നെ ഒരു സംഭവ ബഹുലമായ ഒരു എൻട്രി ആയിരുന്നു. എന്താ പറയുക, ഗംഭീരം എന്ന് പറയുന്ന വടകരയെ ഞെട്ടിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ എൻട്രി ഉണ്ടായത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷാഫി തരംഗം വടകരയിൽ ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കഴിവ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. കാരണം എന്താ പറയുക, അത് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയാവാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാവാം, അദ്ദേഹം മുന്നേ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ കൊണ്ടാവാം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടാവാം. കാരണം ഞാൻ ഇത്രയോ കൊല്ലത്തിനിടയിൽ, നമ്മൾ ജനിച്ച് ഇത്രയും കൊല്ലത്തിനിടയിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല അവിടെ പോയിട്ട് ഒരാളോട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഞാനിങ്ങനെ മാറി പോവുകയാണെന്നുള്ളത് പറയുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ഒരു യാത്രയപ്പ് കൊടുക്കുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പോൾ പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും ഭയങ്കര കണ്ണീരോടുകൂടി സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി പറഞ്ഞയച്ചത്. പക്ഷെ അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോഴും ജയിച്ചു വരണം മോനെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശൈലി കൊണ്ടും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ നല്ല വ്യക്തിത്വം കൊണ്ടും അദ്ദേഹം അവിടെ ആളുകളായിട്ട് പെരുമാറുന്ന രീതി കൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഒരു എന്താ പറയുക യാത്രയപ്പും അവർക്കൊരു സങ്കടവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹം നല്ല പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം നല്ല എന്താ പറയുക പാലക്കാടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം പാലക്കാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് നിമിഷവും എന്ത് കാര്യത്തിനും ഓടി എത്തുന്ന ഒരാൾ കൂടിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അതൊന്നും ആർക്കും സംശയമുള്ള കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വടകരയിലേക്ക് വന്നപ്പോൾ വടകരയിലെ ആളുകൾ അദ്ദേഹത്തെ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി കയ്യും നീട്ടി സ്വീകരിച്ചു. അത് വടകരയിലുള്ള എല്ലാ ജനങ്ങളും ഒരൊറ്റ മനസ്സോടുകൂടി എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങളാണ്, ഒന്ന് തൃശ്ശൂരും ഒന്ന് വടകരയും. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത് വടകര തന്നെയാണ്. കാരണം അവിടുത്തെ 2 സ്ഥാനാർത്ഥിയും എന്താ പറയുക വളരെ ഗംഭീര സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു സംശയവുമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കേട്ടറിഞ്ഞ് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം ഷാഫി പറമ്പിൽ ദുബായിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രവാസികളെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ സാധാരണ പ്രവാസികളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് 1, 2, 3 ദിവസം ഇവിടെ തങ്ങി പിന്നെ ഒന്നോ രണ്ടോ പൊതു പരിപാടിയിലൊക്കെ പങ്കെടുത്തു.
നല്ല 2 തള്ളൊക്കെ തള്ളി ജനങ്ങളൊക്കെ ഒന്ന് പൊക്കി വെച്ച് പോകുന്ന കാഴ്ചയാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണാറുള്ളത്. സത്യസന്ധമായിട്ട് പറയട്ടെ, കാരണം ഒരുവിധം സ്ഥാനാർത്ഥികളൊക്കെ ആ സമയത്ത് വന്നിട്ട് നല്ല 2 തള്ളു തള്ളി ഒന്ന് എല്ലാവരും ഒന്ന് ജാക്കിമേൽ കയറ്റി ഒന്ന് പൊക്കി നിർത്തിയിട്ട് പോവും. പിന്നെ അവിടെ തീർന്നു. പിന്നെ അതിനെപ്പറ്റി വല്ല ചിന്തിക്കലോ വല്ല സംസാരിക്കലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സാപ്പിപ്പറമ്പിൽ പറഞ്ഞ ആ വാക്കുകൾ അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അതാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. പറ്റുന്നത് മാത്രം പറയുക, ചെയ്യുക, പറ്റാത്തത് ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കട്ടെ. വേണ്ടി പറയുന്നത്, അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ, എളാപ്പാടമാരുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ചെറിയച്ഛന്റെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ, ഈ ഗ്യാപ്പിൽ അതും കൂടെ ഒന്ന് ചെയ്തുകൂടെ എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറയുന്നത്. വിധി നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനോളം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശബ്ദം അത് കേൾക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ വോട്ടിന് വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളോട് നാട്ടിലേക്ക് വരാൻ പറയുന്നത്. ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് എന്റെ ഒരു പോളിസി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ അറ്റം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് തരുന്ന വേറൊരു സൗകര്യവുമായിരിക്കില്ല. ഒരു സാധാരണക്കാരന്റെ വോട്ടിനോളം വലിയ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ആ നാടുമായും ആ നാട്ടുകാരുമായും അതിനേക്കാൾ വലിയൊരു കമ്മിറ്റ്മെന്റും എനിക്ക് ഉണ്ടാവില്ല. സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നാളെ പ്രവാസി വിഷയങ്ങളിൽ അന്തിമ കൽപ്പിക്കാൻ കഴിയാവുന്ന ഒരു കപ്പാസിറ്റിയിലേക്കുള്ള ഒരു ഫൈനൽ ഡിസിഷൻ മേക്കറിലേക്കൊന്നും അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും മറ്റവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഞാൻ വിചാരിച്ചാൽ പ്രവാസ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും നാളെ വൈകുന്നേരത്തോടുകൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണെന്നോ, ഞാനൊന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ നാട്ടിലെ പ്രവാസിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതും ഒന്നും പറയാനല്ല ഞാൻ വന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, എനിക്കൊരു അവസരം തരികയാണെങ്കിൽ, പ്രവാസിയുടെ ഒരു കാര്യം പറയേണ്ടടുത്ത് പറയാൻ ഒരാളില്ല എന്ന്, ഞങ്ങളുടെ കാര്യം പറയാൻ ഒരാളില്ല എന്ന്, ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ ഒരാളില്ല എന്ന്, ഞങ്ങളുടെ കാര്യം അവിടെ ചോദിച്ചു കേട്ടില്ലല്ലോ എന്ന് ഒരു വടകരക്കാരനും പറയില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ നിങ്ങൾ തെരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ പ്രവാസികൾക്ക് വേണ്ടി നാളെ തന്നെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം തന്നെ പ്രവാസികളുടെ എല്ലാ കാര്യവും പരിഹരിക്കാനൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളായിട്ട് പാർലമെന്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് വളരെ സത്യമായിട്ടാണ്. കാരണം മറ്റുള്ളവർ തള്ളിയിട്ട് പോക്കാണ്, പക്ഷെ മൂപ്പര് തള്ളിയിട്ടില്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളുണ്ടാവും. കുറേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാനത് കയറി കഴിഞ്ഞാൽ ഞാൻ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ആകെ അട്ടിമറിക്കും എന്നൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പാർലമെന്റിൽ ഉണ്ടാവും. അത് വളരെ സത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. കുറെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുതരാം, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുതരാം എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ തള്ളി മറിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത്, വോട്ട് ചെയ്യാൻ നിങ്ങൾ വരുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഷാപ്പിപ്പറമ്പിലിന് വേണ്ടിയിട്ടല്ല എന്നുള്ള ഓർമ്മ കൂടി ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നവർ നാട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യണം, അത് ക്ഷണിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ സത്യസന്ധമാണ്. വളരെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നേരെ മറിച്ച് അത് കുറെ തള്ളിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച എടുത്തിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. കുറേ വലിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വളരെ എന്താ പറയുക, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്തായാലും വടകരയിൽ ഷാപ്പിപ്പറമ്പിൽ വിജയിക്കട്ടെ, നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ. പിന്നെ അതുപോലെ MP ആയി പ്രവാസികൾക്കും വടകര മണ്ഡലത്തിലുള്ള എല്ലാവർക്കും നല്ല കുറെ കാര്യങ്ങൾ, വടകരയിൽ നല്ല വികസനങ്ങൾ വരട്ടെ, കുറെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കുഞ്ഞു ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. തുടർന്ന് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.